സർ ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ പ്രിലിംസിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തത് ബേസിക്സ് ആണ്. ബേസിക്സ് നമുക്കറിയാം, ഞാൻ ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്. ഓരോ കൊല്ലം ഓരോ ട്രെൻഡുകളാണ്. നമ്മൾ എന്താണ് അതിൻ്റെ പുറകിലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചേസ് ചെയ്യൽ, അങ്ങനത്തെ അതിൻ്റെ ബേസിസിൽ കുറേ വരികയും ചെയ്യും. ഇങ്ങനെ ഇതിൽ നിന്ന് വന്നു, ആ റാൻഡം സോഴ്സിൽ നിന്ന് വന്നു, XYZ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിന് പോവാതെ നമ്മുടെ ബേസിക്സ് എപ്പോഴും നന്നായിട്ട് അറിയാമെന്ന് ഓർത്താൽ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് എല്ലാ പ്രാവശ്യവും പോവുക. അപ്പോൾ ഒരിക്കലും നമ്മളത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. പൊളിറ്റി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വെച്ചാലും ഒന്നുകൂടെ ലക്ഷ്മികാന്ത് മൊത്തം വായിച്ചിട്ട് പോവുക. ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ആ ഒരു കംഫർട്ടബിൾ മാർജിൻ എത്തുക ക്ലിയർ ചെയ്യാൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വരുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ മാർജിൻ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം പ്രാക്ടീസ് ഇഗ്നോർ ചെയ്യാതിരിക്കുക, അതോടൊപ്പം തന്നെ ബേസിക്സ് ഒരിക്കലും വിടാതിരിക്കുക. അറിയാമെങ്കിലും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് പ്രിലിംസിന് എനിക്ക് തോന്നുന്നു ഞാൻ ഓവർ ദ ഇയേഴ്സ് ടെസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ 2 പ്രിലിംസ് പോയതും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് എനിക്ക് കയറാൻ പറ്റിയതിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു.